ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കഴുത്തൊക്കെ നല്ല ബ്രൈറ്റായി കേട്ടോ. നേരത്തെ കഴുത്ത് ഒരു ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ, സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് അടിപൊളി ഒരു ടിപ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്സിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. സൂപ്പറാണ്, കണ്ടില്ലേ? ഒരു തക്കാളി വെച്ചുള്ള സംഭവം ഒന്നും ചെയ്തതാണ്. അടിപൊളിയാണ്, മുഖത്തുള്ള മാറ്റം കണ്ടുവെക്കും, നല്ല ബ്രൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. ഇതുവരെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ഫേഷ്യലാണ് കേട്ടോ. തക്കാളി വെച്ചുള്ള അടിപൊളി ഫേഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് തക്കാളിയാണ് ഇതിൽ മെയിൻ താരം. അപ്പോൾ ഇതിൽ ക്ലെൻസിങ് ഉണ്ട്, സ്ക്രബ് ഉണ്ട്, മസാജിങ് ഉണ്ട്, പാക്ക് ഉണ്ട് കേട്ടോ. ഇത്ര 4 സ്റ്റെപ്പോട് നമ്മുടെ ഫേഷ്യൽ തീരും. നല്ല സൂപ്പറാണ്. എന്താ പറയുക, മുഖമൊക്കെ നല്ല ബ്രൈറ്റ് ആവാൻ ഈ ഒരു അടിപൊളി ഒരു ഫേഷ്യൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫേഷ്യലിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. മെയിനായിട്ട് വേണ്ടത് തക്കാളിയുടെ നീരാണ്. കണ്ടോ, ഞാൻ കുറച്ച് തക്കാളിയുടെ നീരൊക്കെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി കേട്ടോ, ഒരു ഫുൾ തക്കാളിയാണ് ഞാൻ എടുത്തേക്കണത്. ഇതിൻ്റെ ഒരു പാത്രത്തിൽ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വെച്ചേക്കുവാണേ. കണ്ടോ, പിന്നെ എടുത്തേക്കണത് എന്താ, തൈര്. കുറച്ച് തൈരും കൂടെ ആവശ്യമുണ്ട്, അതും കൂടെ എടുത്തു. കുറച്ച് മതി കേട്ടോ, 1-2 സ്പൂണൊക്കെ മതിയാകും. പിന്നെ വേണ്ടത് മുൾട്ടാണി മിട്ടി, അതൊക്കെ ഒന്ന് വെക്കട്ടെ. പിന്നെ വേണ്ടത് കുറച്ച് പഞ്ചസാര വേണം. പിന്നെ ഒരു അരമുറി തക്കാളിയും കൂടെ വേണ്ടത് നമുക്ക് സ്ക്രബ് ചെയ്യാനാണ്. പിന്നെ തിളപ്പിക്കാത്ത പാല്, അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ തേന്. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 1, 2, 3, 4, 5, 6 സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കഷ്ണം തക്കാളി കൂട്ടാതെ 6 എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ പറയാം, തിളപ്പിക്കാത്ത പാല് വേണം, തൈര് വേണം, മുൾട്ടാണി മിട്ടി വേണം, തക്കാളിയുടെ നീര് വേണം, പഞ്ചസാര വേണം, തേൻ വേണം. ഇത്ര സാധനങ്ങൾ മതി കേട്ടോ. നമുക്ക് അടിപൊളി ഒരു ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സൂപ്പറാണ്. തക്കാളി നമുക്കറിയാം, കരുവാളിപ്പൊക്കെ മാറാൻ നല്ലതാണ് തക്കാളി. പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ തക്കാളി സൂപ്പറാണ്. പാടൊക്കെ പോകാനൊക്കെ നല്ലതാണ്. പിന്നെ എല്ലാവർക്കും തക്കാളി നല്ലത് തന്നെയാണ്. മുഖക്കുരുള്ളവർക്കും ഇല്ലാത്തവർക്കും, പാടുള്ളവർക്കും ഉള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ നല്ലതാണ്. നിറം വയ്ക്കാനൊക്കെ സൂപ്പറാണ് തക്കാളി, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പം നമ്മളിന്ന് തക്കാളി വെച്ചുള്ള സൂപ്പർ ഒരു ഫേഷ്യലാണ് ഇന്ന് ചെയ്യാൻ പോണത്. ഇത് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് എടുത്തേക്കണത് നമ്മുടെ പാല്, തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. പാലെടുത്തിട്ടുണ്ട്, കുറച്ച് മതിയേ. ഇത് കണ്ടോ, കുറച്ചേ എടുത്തിട്ടു, ഒരു സ്പൂണ് കറക്റ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇതിലോട്ട് തക്കാളിയുടെ നീരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അതും കറക്റ്റ് 1 സ്പൂണ്. ഒഴിക്കുമ്പോൾ അറിയാമല്ലോ 1 സ്പൂണാണെന്ന്. ഇതാ, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല കാറ്റാണ് കേട്ടോ, എടുത്തു മറിക്കുന്ന കാറ്റാണ്. അപ്പം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ടേ, കണ്ടില്ലേ? ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖം കഴുകിയിട്ട് വേണം ഇങ്ങനെ ക്ലെൻസിങ് ഒക്കെ ചെയ്യാനായിട്ട്. ഒരു പഞ്ഞി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കും ചേട്ടനെ കൊണ്ട് മേടിപ്പിക്കുന്നത്. പക്ഷെ ആ സമയമാകുമ്പോൾ മറന്നു പോകും. എന്താ വേണ്ടതെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോകും കേട്ടോ. അപ്പം പഞ്ഞിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൈകൊണ്ട് അങ്ങ് ജസ്റ്റ് അങ്ങ് തേച്ച് കൊടുത്താൽ മതി. ഈ പാലും തക്കാളിയുടെ നീരും നല്ലതാട്ടോ, മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നല്ല സൂപ്പർ ഒരു സാധനമാണ് പാലും തക്കാളിയുടെ നീരും. നമുക്കിത് ദിവസം ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ മുഖം എന്താ പറയുക, നല്ലൊരു തിളക്കം തന്നെ ഉണ്ടാവും. അതായത് നമ്മുടെ ഒരു ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയാറില്ലേ, ഗ്ലാസ് സ്കിൻ്റെ ഒരു ലുക്ക് നമുക്ക് തോന്നും കേട്ടോ. അതായത് ഒരു കവളുടെ ഭാഗമൊക്കെ നല്ലൊരു തിളക്കം തന്നെ കിട്ടേ. ഞാൻ മുമ്പ് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന സംഭവമായിരുന്നു, പിന്നെ ഞാൻ ആ സംഭവം മാറ്റി. ഇപ്പം നമ്മൾ ഓരോന്നിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തോട്ടോ, നല്ലതാണ്, നിങ്ങൾക്ക് ദിവസം ചെയ്തെടുക്കാവുന്നതാണ്. കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ.
കണ്ട കഴുത്തിലൊക്കെ തേക്കുമ്പോഴേക്ക് ഒരു നിർവ്യത്യാസം കണ്ടോ? ഈ പാലിൻ്റെ ഒരു വൈറ്റ് കളർ വരുന്നുണ്ടോ? കാറ്റുള്ളതുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. അപ്പോൾ 2-3 മിനിറ്റ് നമുക്ക് അങ്ങ് ക്ലീൻ ചെയ്യാവേ. അതായത് മുഖം ഒന്നും കൂടി ഒന്ന് നമുക്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം. ഈ പാലും തക്കാളിയുടെ നീരും ചേർത്ത് കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ മതി. അത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് മാറ്റാം. 2-3 മിനിറ്റ് കഴിയട്ടെ. ഒരു 2-3 മിനിറ്റ് ഇതാ ഇങ്ങനെ തന്നെ വെച്ച് നമുക്ക് മുഖം നല്ല വൃത്തിയിലൊന്ന് തുടച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് സ്ക്രബാണ് കേട്ടോ. ഇനി നമുക്ക് സ്ക്രബും കൂടെ അങ്ങ് ചെയ്തെടുക്കാവേ. സ്ക്രബിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തേന്, പഞ്ചസാര, അരമുറി തക്കാളിയാണ്. തക്കാളി ഇതാ പഞ്ചസാരയിൽ ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക കേട്ടോ. നല്ല കാറ്റാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം. തേൻ ചേർക്കുന്ന നമ്മുടെ സ്കിന്നൊക്കെ നല്ല തിളക്കമുണ്ടാവും കേട്ടോ. ഈ തക്കാളിയുടെ നീരും തേനും നല്ല ഒരു കോമ്പിനേഷനാണ്. നിറം കുറവുണ്ട്, കരുവാളിപ്പൊക്കെ ഉള്ളവർക്കൊക്കെ ഈ തേനും തക്കാളിയുടെ നീരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂട്ടോ. നല്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും. അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ തക്കാളിയുടെ നീരും തേനും നല്ല ഒരു കോമ്പിനേഷനാണ്. സ്ക്രബൊക്കെ നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കണ്ട, ആഴ്ച 2 തവണ ഉപയോഗിച്ചാൽ മതി. ഒരു 3-4 മിനിറ്റ് വരെ നമുക്കിങ്ങനെ സ്ക്രബ് ചെയ്യാവേ. കഴുത്തിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് നല്ലവണ്ണം സ്ക്രബ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ വേഗം തന്നെ അലന്നു പോണ സാധനമാണ്. പഞ്ചസാര മൂക്കിൻ്റെ സൈഡിലൊക്കെ പതുക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മൂക്കിൻ്റെ ഈ സൈഡിൽ നമ്മൾ പ്രത്യേകം കൂടുതൽ അങ്ങ് എടുക്കണം കേട്ടോ. കാരണം ഇവിടെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാ സാധനവും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ മൂക്കിൻ്റെ സൈഡ് അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. എനിക്കിത്തിരി സ്പീഡുള്ള കൂട്ടത്തിലാണ്, പക്ഷെ നിങ്ങൾ ഇത്ര സ്പീഡൊന്നും ചെയ്യണ്ട, അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. ഹായ് ഉണ്ണിക്കുട്ടാ. അയ്യോ, ഈ നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കുമല്ലോ എൻ്റെ ഉണ്ണി. അത് പതുക്കെ ഇങ്ങനെ ചെയ്യുവാണ് കേട്ടോ. കണ്ടില്ലേ, കണ്ടോ തേനും ആ പഞ്ചസാരയുടെ നീരും തക്കാളിയുടെ നീരൊക്കെ ഒരു മുഖത്തിന് മാറ്റി നോക്കി. ഇത് കഴുകിക്കളയണം, അപ്പോഴാട്ടോ കൂടുതലും ഭംഗി ഉണ്ടാവുക. നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട്, ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ 3-4 എന്നൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഞാനൊരു 5 മിനിറ്റ് വരെ ഒക്കെ ഇങ്ങനെ ചെയ്യും കേട്ടോ. ഇതിലേക്ക് സമയം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ലവണ്ണം അങ്ങ് സ്ക്രബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ സ്ക്രബ് ചെയ്ത് ഒരു 5 മിനിറ്റോടെ സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 മിനിറ്റോ 4 മിനിറ്റോ ഒക്കെ എടുക്കാം. 5 മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തായാലും 5 മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ മുഖം കഴുകണ്ട കേട്ടോ. ഇച്ചിരി നേരം ഈ മുഖത്തിലെ ഈ
തക്കാളിയുടെ നീരും പഞ്ചസാരയും തേനും ഒക്കെ ഒന്ന് മുഖത്തങ്ങ് ഇച്ചിരി നേരം ഇരിക്കട്ടെ. ഇച്ചിരി നേരം എന്ന് പറയുമ്പോൾ ഒരു 2-3 മിനിറ്റ് എങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. കണ്ടില്ലേ, ആ ഒരു പഞ്ചസാരയൊക്കെ ശരിക്കും സ്ക്രബ് ചെയ്ത് നോക്കിക്കേ, മെൽറ്റായിട്ടുണ്ട് കേട്ടോ. തേനും തക്കാളിയുടെ നീരൊക്കെ ആയിട്ട് നല്ല വൃത്തിയിൽ അങ്ങ് മെൽറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഒരു 2-3 മിനിറ്റ് നമ്മുടെ സ്കിന്നിനായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, ഒരു ചെറിയൊരു ഒട്ടൽ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകാം കേട്ടോ. അപ്പോൾ ഞാനിതാ മുഖം മാത്രം നല്ലവണ്ണം കഴുകിയിട്ട് പോകുന്നത്, കഴുത്ത് കഴുകിയില്ല കേട്ടോ. കഴുത്ത് ഇവിടെ നിന്ന് തുടയ്ക്കാമെന്ന് കരുതി. അപ്പോൾ മുഖം കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. കണ്ടില്ലേ, കവിളിൻ്റെ സൈഡൊക്കെ നല്ല മാറ്റമുണ്ട്. കഴുത്ത് ഇപ്പോഴാണ് കേട്ടോ തുടയ്ക്കണത്. അപ്പോൾ അതാ കഴുത്ത് തുടച്ചു, കണ്ടോ. തുടച്ചപ്പോൾ തന്നെ നോക്കിക്കേ, കഴുത്തൊക്കെ നല്ല ക്ലിയർ ആയില്ല. നിങ്ങൾക്ക് നേരിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കവിളും ശരിക്കും നല്ല ഒട്ടലുണ്ടായിരുന്നേ, അത് ഞാൻ കവിള് അന്ന് വേഗം പോയി കഴുകിയിട്ട് വന്നത്. അപ്പം സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ മുഖം ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് മസാജിങ് കേട്ടോ. മസാജിങ് ഒരുപാടൊന്നും വേണ്ടെന്നേ, തക്കാളിയുടെ നീരും തൈരും തേനും മാത്രം മതി. ഇത് 3 മതി കേട്ടോ, നല്ലതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതിനുള്ള സാധനമൊക്കെ വേഗം റെഡിയാക്കി എടുക്കട്ടെ. അപ്പം ഞാനിതാ പാത്രത്തിൽ കുറച്ച് തൈര് എടുക്കുവാണ്, കുറച്ച് മാത്രം മതി. കുറച്ച് തൈരെടുത്തു. ഇനി നമ്മൾ തക്കാളിയുടെ നീര് ഒഴിക്കുകയാണേ. അത് നമുക്ക് അളവ് അറിയാലോ, ഓരോ സ്പൂണ് തക്കാളിയുടെ നീര്, 1 സ്പൂണ് തൈര്, ആ ഒരു കണക്കാണ് കേട്ടോ. തൈര്, തക്കാളിയുടെ നീര്, പിന്നെ കുറച്ച് തേനാണ് കേട്ടോ. ഇത് 3ഉം കൂടി ചേർത്ത് നമുക്ക് അടിപൊളിയൊരു മസാജ് കൊടുക്കാം നമ്മുടെ മുഖത്ത്. കുറച്ച് തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3 മതിയേ. വേണമെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുവാണെങ്കിൽ നല്ലതാണ്. ഈ മുഖക്കുരു ഉള്ളവർക്കൊക്കെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ എന്തായാലും മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. ഇത് 3 മതി കേട്ടോ. നമ്മുടെ മുഖമൊക്കെ നിറം വയ്ക്കാനും ഒരു സൂപ്പർ ആവാനൊക്കെ ഈ ഒരു സംഭവം മതി. അപ്പോൾ ഇതാ തൈരും തക്കാളിയുടെ നീരും തേനും ചേർത്തുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു മസാജിങ് ആണ്. ഒരു വെള്ളം പോലെയാണെന്നും കുഴപ്പമില്ല, നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിൻ്റെ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, കറുപ്പൊക്കെ കുറേ നല്ലതാണ്. നല്ല തണുപ്പാണ് ഈ തക്കാളിയുടെ നീരും തൈരൊന്നും ചേർത്തപ്പോഴേ. ഈ തേനും നല്ലതാണ് കേട്ടോ. തേനൊക്കെ എടുക്കുമ്പോൾ നല്ല ഒറിജിനൽ തേൻ തന്നെ വേണം കേട്ടോ. നമ്മൾ മുഖത്തൊക്കെ തേക്കണമല്ലേ, ഇച്ചിരി വില കൂടുതലാണെങ്കിലും ഒറിജിനൽ തേൻ തന്നെ മേടിക്കാൻ ശ്രമിക്കുക കേട്ടോ. കഴുത്തിൻ്റെ ചുറ്റും നമ്മൾ തേച്ച് കൊടുക്കണേ, അല്ലെ നമുക്ക് നിറവ്യത്യാസം തോന്നും. എൻ്റെ ഒന്നാകെ കഴുത്തൊരു ഇരുനിറമാണ്, ആ ഇച്ചിരി നിറം മുഖത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മുഖത്തും നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ രീതിയിൽ മസാജിങ് കൊടുക്കാം. നമ്മുടെ കവിളത്ത് ഇങ്ങനെ അങ്ങ് മസാജ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കവിളൊക്കെ തുടുത്ത് വരാനും കവിള് ചാടാനൊക്കെ നല്ലതാണ്. ഒത്തിരി കവിളുള്ളവർ ഇങ്ങനെ ചെയ്യണം, കാരണം അവർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. എനിക്ക് വണ്ണമുള്ളപ്പോൾ നല്ല കവിളായിരുന്നു, എൻ്റെ വണ്ണം കുറഞ്ഞപ്പോൾ എൻ്റെ മുഖവും ചെറുതായി, എൻ്റെ കവിളും പൊട്ടിപ്പോയിട്ടോ. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഞാൻ മെലിഞ്ഞുകൊണ്ട് എൻ്റെ ഭംഗി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് മെലിയുന്ന ആട്ടോ എനിക്കിഷ്ടം. അത് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
ഒരു 5 മിനിറ്റിൽ നമുക്ക് നല്ലവണ്ണം അങ്ങ് മസാജിങ് കൊടുക്കുക കേട്ടോ. നമ്മുടെ കവിളത്തും നമ്മുടെ നെറ്റിയിലൊക്കെ അങ്ങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. പിന്നെ കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറയും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതെങ്ങനെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഒരു 5 മിനിറ്റിന് നമ്മുടെ എന്താ പറയുക, നമ്മുടെ കഴുത്തിലും ഒക്കെ മസാജിങ് കൊടുക്കുക കേട്ടോ. അതിങ്ങനെ കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കഴുത്തൊക്കെ അങ്ങ് തൂങ്ങി പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ചെയ്യരുത്. അടിയിൽ നിന്ന് മുകളോട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. നല്ലവണ്ണം മസാജ് ചെയ്തിട്ടോ. അപ്പോൾ ഇനി മസാജ് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മുഖം കഴുകി കളയേണ്ട. ഒരു 2-3 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഈ തൈരും തേനും തക്കാളിയുടെ നീരൊക്കെ മുഖത്ത് അങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം. ഒരു 2-3 മിനിറ്റ് കഴിയട്ടെ. കണ്ടോ, നമ്മൾ മസാജൊക്കെ കൊടുക്കുമ്പോൾ നോക്കിയാൽ കവളൊക്കെ ശരിക്കും നല്ല തുടുത്ത് വരും കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് കാണാം. ഞാൻ മുഖത്ത് തേച്ചത് ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ, മുഖം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത പാത്രത്തിലെടുത്തില്ലേ തക്കാളിയുടെ നീരും തൈരും തേനൊക്കെ എടുത്തില്ലേ, അത് മൊത്തം നല്ലവണ്ണം മുഖത്തും കഴുത്തിലൊക്കെ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തായിരുന്നു. മസാജ് ചെയ്യുന്ന വലിയ പ്രയാസമുള്ള കാര്യമില്ല. നമ്മളെ കവളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വട്ടത്തിൽ അങ്ങ് ചെയ്യുക. പിന്നെ നെറ്റിയുടെ ഈ ഭാഗം നല്ലോണം ചെയ്യുക, മൂക്കിൻ്റെ ഈ സൈഡിലങ്ങ് ചെയ്യുക. അത്രയ്ക്കുള്ളൂ കേട്ടോ. അതിൽ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നല്ലവണ്ണം അങ്ങ് അങ്ങ് പിടിപ്പിച്ചാൽ മുഖത്തൊക്കെ നന്നായിട്ട് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുഖവും കഴുത്തൊക്കെ നല്ല വൃത്തിലങ്ങ് കഴുകിയിട്ട് വന്നു. കഴുത്ത് തുടയ്ക്കാട്ടോ ചെയ്തത്, മുഖം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് വന്നേ. നമുക്കൊന്ന് പുറത്തും കൂടെ ഒന്ന് പതുക്കി ഒന്ന് വെള്ളം ഒന്ന് ഒപ്പിയെടുക്കാണ്ട് നമുക്ക് പാക്കും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചെറിയൊരു ഈർപ്പം നമ്മുടെ മുഖത്തുള്ളത് നല്ലതാണ് കേട്ടോ. നോക്കി നമ്മുടെ മസാജിങ് കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് നോക്കിക്കേ നല്ലൊരു ബ്രൈറ്റ് ആവും. മാത്രമല്ല നല്ലൊരു തിളക്കം തന്നെ നമ്മുടെ കവിളത്തൊക്കെ ഉണ്ട്, കണ്ടില്ലേ, നല്ലൊരു മാറ്റം തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തത് ഫേസ് പാക്ക് ഉണ്ടാക്കാവേ. ഫേസ് പാക്കിന് ഞാൻ എടുത്തേക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാത്രത്തിൽ തന്നെ മുൾട്ടാണി മിട്ടി എടുക്കാവേ. ഇത് ഞാൻ മസാജിങ് ക്രീമില്ലേ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. ക്രീമല്ല, മസാജിങ് പാക്ക് എന്ന് പറയാം. അപ്പോൾ മുൾട്ടാണി മിട്ടി പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ. കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കണ്ടേ, കണ്ടില്ലേ, എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ നീര് മാത്രമേ ഉള്ളൂ കേട്ടോ. തക്കാളിയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരമുറി തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഞാനെടുത്ത തക്കാളിയുടെ നീര് കറക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് അരമുറി തക്കാളിയുടെ നീര് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ നമുക്ക് മുഖത്ത് തേക്കുന്നതിന് മുന്നേ ഒരു 2-3 മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റിന് വേണ്ടിയിട്ട് വയ്ക്കുന്നത് നല്ലതാണ്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അല്ലേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, ക്രീമായിട്ട് ഇതുപോലെ തന്നെ കിട്ടണം കേട്ടോ. എങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാതെ നല്ല കട്ടിയിൽ തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. കണ്ണിൻ്റെ സൈഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിതാ മുഖത്തും കഴുത്തിലൊക്കെ പാക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുത്തിൻ്റെ പുറവശമൊക്കെ പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റെങ്കിലും ഈ പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയെടുത്താൽ മതി. നല്ല റിസൾട്ട് കിട്ടും. മുഖത്തിലെ പാടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒറ്റ പാക്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ആ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലൈറ്റിങ് ആവുന്ന കാണാൻ പറ്റും. പിന്നെ നമുക്ക് സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ് തന്നെ ആവും കേട്ടോ. അപ്പം മുൾട്ടാണി വിട്ട് തേച്ചത് കൊണ്ട് നമുക്ക് അധികം ഒന്നും സംസാരിക്കേണ്ട. നമ്മുടെ സ്കിന്നൊക്കെ ഇപ്പോഴേ അങ്ങ് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം.
അപ്പോൾ എൻ്റെ ഫേസ് പാക്ക് ഇത് നന്നായിട്ടങ്ങ് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴുത്തും കവളുടെ ഭാഗമൊക്കെ നന്നായിട്ടങ്ങ് ഉണങ്ങിയിട്ടുണ്ട്, നെറ്റിയുടെ ഭാഗമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ കവളുടെ ഈ സൈഡ് ഇച്ചിരി കട്ടി തേച്ചുകൊണ്ടാണ് ശരിക്കും ഉണങ്ങാത്ത കേട്ടോ. എന്നാലും ഞാൻ മുഖം ഒന്ന് കഴുകാൻ പോകണം. എന്തായാലും ഒരു 15-20 മിനിറ്റൊക്കെ കഴിഞ്ഞേ. അപ്പോൾ നല്ല വൃത്തി മുഖം കഴുകിയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഞാനിതാ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടങ്ങ് പോന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കാവേ. കണ്ട, വെള്ളം തുടച്ചപ്പോൾ തന്നെ മുഖത്തിന് മാറ്റം നോക്കിക്കേ. മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുൾട്ടാണി മിട്ടിയും തക്കാളിയുടെ നീരൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റായി, ഒട്ടും എണ്ണമയില്ല. നമ്മൾ മസാജിങ് നമ്മൾ തക്കാളിയുടെ നീരും തൈരും ചേർത്തുള്ള മസാജിങ്ങാണ് കൊടുത്തത്. അപ്പോൾ ചെറുതായിട്ടൊരു എണ്ണമയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണമയൊക്കെ മാറി ഡ്രസ്സിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കഴുത്തൊക്കെ നല്ല ബ്രൈറ്റായി. കണ്ടോ, നേരത്തെ കഴുത്ത് ഒരു ഇരുനിറം പോലെ അല്ലായിരുന്നോ? ഇപ്പം നോക്കിക്കേ, കഴുത്തൊക്കെ നല്ല ബ്രൈറ്റ് ചെയ്തുണ്ടോ. കവിളും നല്ല വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം എന്തായാലും ചെറുതായിട്ട് ഡ്രൈ ആവട്ടെ. മുൾട്ടണി മിട്ടിയല്ലേ നമ്മൾ തേച്ചിട്ട്, അപ്പോൾ ചെറുതായിട്ട് ഡ്രൈ ആവേ. അപ്പോൾ എന്തായാലും അലോവേറ ജെല്ല് വെച്ചിട്ട് എടുത്തിട്ട് മുഖത്തങ്ങ് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുക കേട്ടോ. കുറച്ച് മതിയേ. ആ ഒരു ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറാനോ പിന്നെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, മോയ്സ്ചറൈസിങ് ക്രീം എന്തായാലും കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ എന്താ പറയുക, മോശമായി പോകും. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്തെങ്കിൽ എന്തായാലും നമ്മുടെ മുഖമൊക്കെ ചെറുതായിട്ട് ഡ്രൈ ആവുമല്ലോ. അലോവേറ തേക്കുവാനാണ് ഇച്ചിരി കൂടെ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ക്രീം തേച്ച് കൊടുക്കാം കേട്ടോ. കേട്ടോ, നല്ല മാറ്റണം. ഞാൻ തമാശ പറഞ്ഞതല്ല കേട്ടോ, നല്ല മാറ്റണം ഉണ്ടാകും. നമ്മുടെ കവളൊക്കെ നല്ല അങ്ങ് വെളുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അകന്നിരിക്കട്ടെ. ഇനി അടുത്തിരുന്ന് വെട്ടം കണ്ടിട്ട് വെട്ടത്തിൽ വെളുത്തെന്നൊന്നും പറഞ്ഞേക്കരുത്. കണ്ടോ, അകന്നിരിക്കുന്നൊക്കെ എൻ്റെ കണ്ണിൻ്റെ ഈ സൈഡും കവളും കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.